This is my entertainment. 2023 നമ്മുടെ ഇക്ക ബാക്ക് ടു ബാക്ക് ഹിറ്റ് മലയാളത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് തെലുങ്കിൽ പോയിട്ട് ഈ ബോംബ് പടത്തിന് തലവെച്ചത്. Nothing is an accident here. Everything is incidental. വരൂ ഗൈസ്, നമുക്ക് ഈ പടം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു റോ ഏജന്റ് ആവാൻ വേണ്ടി ചൊപ്പനം കണ്ട് നടക്കുന്ന നമ്മുടെ ഹീറോ അണ്ണന്റെ മെയിൻ പരിപാടി എത്തിക്കൽ ഹാക്കിംഗ് എന്നും പറഞ്ഞ് അൺഎത്തിക്കലായിട്ട് പെർമിഷൻ ഇല്ലാതെ കണ്ടവരുടെ സിസ്റ്റം ഒക്കെ ഹാക്ക് ചെയ്ത് നടക്കലാണ്. ഓ, സൂപ്പർ മാർക്കറ്റിലായിരുന്നു. 1 സെക്കൻഡ് ലക്കി, അതിന്റെ എക്സ്പയറി ഡേറ്റ് തീരാറായിരിക്കുക. അതിന്റെ പിന്നിലുള്ളതാക്കി നിർക്കുക. നമ്മുടെ ഗെയിമ ഹാക്കർ കുട്ടാ, കില്ലാടി തന്നെ. നീ എന്നെ പറ്റിച്ചുട്ടോ. ഹൈ, എന്താ കഥ? ഇതാണോ കോപ്പെ എത്തിക്കൽ ഹാക്കിംഗ്? തോന്നിയ പോലെ ഹാക്ക് ചെയ്ത് എത്തിക്കൽ ഹാക്കിംഗ് എന്ന്. എത്തിക്കൽ ഹാക്കിങ്ങിന്റെ അർത്ഥം അറിയോടാ കോപ്പൻ? ഐ ആം ആൻ എത്തിക്കൽ ഹാക്കർ. ഞമ്മന്റെ എത്തിക്കൽ ഹാക്കർ ഏജന്റ് ആവാൻ സ്വപ്നം കണ്ട് നടക്കുന്നത് കൊണ്ട് കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ വെപ്പൺസ് ആയിട്ട് തോന്നും. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അങ്ങനെ റോ ഏജന്റ് ആവാൻ കുറെ ട്രൈ ചെയ്ത് വട്ടത്തിൽ മൂഞ്ചിയ ഞമ്മന്റെ ഹീറോ ഒടുവിൽ റോൾ മോഡൽ ആയ റോ ഏജന്റ് മഹാദേവനെ തന്നെ അങ്ങ് എത്തിക്കലായിട്ട് ഹാക്ക് ചെയ്യും. യു ലീവ് മീ നോ ചോയ്സ്. ഐ ഹാവ് ടു ഹാക്ക് യു നൗ. ഹാക്ക് ചെയ്ത വിവരം അറിഞ്ഞ ഏജന്റ് മഹാദേവൻ ഇതാരാണ്ടാ ഞമ്മന്റെ മടയിൽ കയറി ഹാക്ക് ചെയ്യാനും മാത്രം ധൈര്യമുള്ള പുലിക്കുട്ടി എന്ന് വിചാരിച്ച് ഹീറോയെ നേരിട്ട് കാണാൻ ചെല്ലും. ഏജന്റ് മഹാദേവൻ ഹീറോന്റെ താവളത്തിൽ എത്തിയപ്പോഴാണ് ഞമ്മന്റെ എത്തിക്കൽ പ്രാന്തൻ അങ്ങേർക്ക് വേണ്ടി ഒരു അമ്പലം തന്നെ അവിടെ ഉണ്ടാക്കി വെച്ച കാണുന്നത്. എന്റെ മനസ്സാണിത്. ഏജന്റ് മഹാദേവൻ ഞമ്മന്റെ ഹാക്കറെ എത്തിക്കലായിട്ട് 2 വഴക്ക് പറഞ്ഞ് റോ ഏജന്റ് ആയിട്ട് സെലക്ട് ചെയ്യാതെ അവിടുന്ന് പോകും. നിന്റെ ലൈഫ് നശിപ്പിക്കണ്ടെന്ന് കരുതിട്ടാ ഇപ്പൊ ഞാനൊന്നും ചെയ്യാത്തത്. മഹാദേവന് മറ്റൊരു വിളിപ്പേര് കൂടെ ഉണ്ട്, ഡെവിൽ. ഹീസ് ദ റിയൽ ഡെവിൽ ഇൻ ദിസ് ഫിലിം. പെങ്ങടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുകൊടുത്ത AI ഗ്ലാസ് ഇട്ട് ചില നേരത്ത് ഇങ്ങനെ പട്ടിച്ചോർക്കും ഞമ്മടെ ഡെവിൽ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയുടെ ഗേൾഫ്രണ്ടിനെ മിനിസ്റ്ററുടെ മോൻ അസോൾട്ട് ചെയ്യും. ഈ കാര്യം അവൾ വന്ന് ഹീറോനോട് പറയും. കലിപ്പ് കയറി ഞമ്മന്റെ എത്തിക്കൽ പ്രാന്തൻ നേരെ മിനിസ്റ്ററുടെ മടയിൽ കയറി ചെന്ന് ഇടികൊണ്ട് താറുമാറാവും. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. അണ്ണൻ ഈ പേട്ടടി കൊള്ളുന്നതുകൊണ്ട് ഇംപ്രസ് ആയിട്ട് ഗേൾഫ്രണ്ട് അമേരിക്കയിൽ കിട്ടിയ ജോലി അങ്ങ് വേണ്ടാന്ന് നോക്കും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മുടെ ഡെവിൽ വന്ന് എത്തിക്കൽ ഹാക്കറിനെ പിടിച്ച് എത്തിക്കൽ ഏജന്റ് ആക്കും. പക്ഷേ ഏജൻസിയിൽ എടുക്കണമെങ്കിൽ ഗേൾഫ്രണ്ടിനെ ഒഴിവാക്കിയിട്ട് മിനിസ്റ്ററുടെ ടീമിൽ ഒരു സ്പൈ ആയിട്ട് കയറി പറ്റാൻ പറയും. എന്ത് ചെയ്യാനാ, എത്തിക്സിന്റെ നിറകൂടെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് അണ്ണൻ ഗേൾഫ്രണ്ടിനെ ഒഴിവാക്കിയിട്ട് സ്പൈ ആയിട്ട് മിനിസ്റ്ററുടെ ടീമിൽ ചേരും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കും, ഞാൻ പൊട്ടനാ? ഇനി നമുക്ക് മെയിൻ വില്ലനെ പരിചയപ്പെടാം. ശരിക്കും പേര് ധർമ്മ എന്നാ, പക്ഷെ അങ്ങേര് സ്വയം വിളിക്കുന്നത് ഗോഡ് എന്നാണ്. ഓപ്പോസിറ്റ് ഇക്ക ഡെവിലാവുമ്പോ അണ്ണൻ ഗോഡ് ആയല്ലേ പറ്റൂ. ഈ ധർമ്മ പണ്ട് നമ്മുടെ ഡെവിലിന്റെ ഒരു ശിഷ്യനായിരുന്നു. ഇപ്പൊ സിൻഡിക്കേറ്റ് നടത്തി ആശാനിട്ട് തന്നെ പണിയെടുക്കുന്നു. നമ്മുടെ എത്തിക്കൽ ഹാക്കർ അങ്ങനെ ഏജന്റ് ആയിട്ട് ഫസ്റ്റ് മിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു പോർട്ടല് മിനിസ്റ്ററുടെ കൂടെ കള്ളക്കടത്ത് നടത്താൻ പോയിട്ട് സർപ്രൈസ് ആയിട്ട് മിനിസ്റ്ററെ തന്നെ വെടിവെച്ചിട്ടിട്ട് അവിടെയുള്ള 60 ഗുണ്ടകളെയും കൊലമാസ് പെർഫോമൻസ് കാഴ്ചവെച്ച് ഏജന്റ് അങ്ങ് തീർക്കും. പിന്നെ ഇങ്ങനത്തെ ഫൈറ്റിലൊക്കെ ഇപ്പൊ ഇവന്മാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം ഉണ്ടല്ലോ മക്കളെ, മെഷീൻ ഗൺ. അത് ഒരെണ്ണം എടുത്ത് പലരും ചെയ്തോണ്ട് അണ്ണൻ 2 എണ്ണം എടുത്ത് വെടിവെക്കും. അതിനുശേഷം സ്പൈ വർക്ക് തന്നെ ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് കാശ്മീരിലേക്ക് വില്ലന്റെ അടുത്ത് എത്താൻ വേണ്ടി ഒരു വർക്കിന് പോകുമ്പോ നമ്മുടെ ഏജന്റിനെ പോലീസ് പിടിക്കും. മണ്ടൻ അപ്പൊ തന്നെ പറയും ഏജന്റ് ആണെന്ന്. സീക്രട്ട് ഏജന്റ് എന്ന കാര്യം സീക്രട്ട് ആയിട്ട് വെക്കാൻ പറ്റാത്ത ഇവനൊക്കെ ഏജന്റ് ആവണേൽ ആ പേരിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വല്ല കാറിലും ഇരുന്നാ പോരെ. ഏജന്റാന്ന് പറഞ്ഞ് അണ്ണൻ ഡെവിലിക്കയുടെ നമ്പർ കൊടുക്കും. പോലീസ് ഓഫീസർ വിളിച്ചു ചോദിച്ചപ്പോ ഇക്ക ഏജന്റിനെ അറിയില്ല എന്ന് പറഞ്ഞ് മൂഞ്ചിക്കും. ആശാൻ ചാമ്പ്യൻ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഏജന്റ് വണ്ടിന്ന് രക്ഷപ്പെട്ട് ഓടും. നമ്മുടെ ഡെവില് തന്നെ എന്നിട്ട് ഏജന്റിനെ കൊല്ലാൻ ആളെ അയക്കും. പക്ഷെ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആയി ജീപ്പ് എടുത്ത് കൊക്കയിലേക്ക് പോണ വഴിക്ക് ഏജന്റിനെ നമ്മുടെ വില്ലൻ ഹെലികോപ്റ്ററിൽ പറന്നു വന്ന് പരുന്ത് റാഞ്ചുന്ന പോലെ റാഞ്ചിക്കൊണ്ടുപോകും. എന്നിട്ട് വില്ലൻ ഏജന്റിനെ കൂടെ നിർത്തും.
അങ്ങനെ വില്ലന് വേണ്ടി നമ്മുടെ ഏജന്റ് എത്തിക്കലായിട്ട് ഒരു ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ പോയപ്പോ അവിടെ ദേ നമ്മുടെ ഡെവിൽ മെഷീൻ ഗണ്ണുമായിട്ട് വിക്രം ക്ലൈമാക്സിൽ കമലാസം വരുന്ന പോലെ വരുന്നു. Once upon a time, there lived a devil. He was known to be a killer and feared the most. Ah, 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 ah. ഇങ്ങേർക്കെന്താ മെഷീൻ ഗണ്ണിന്ന് ഷോക്ക് അടിച്ചോ? കിടന്ന് വിറക്കുവാണല്ലോ. ഇനിയാണ് ഗൈസ് പടം ഉറങ്ങാതെ കണ്ടിരുന്നവർക്കുള്ള വമ്പൻ ട്വിസ്റ്റ് വരുന്നത്. അതായത് നമ്മുടെ ഡെവിലും ഏജന്റും ചേർന്ന് നടത്തിയ ഒരു പൊറോട്ട നാടകമായിരുന്നു ഇത്. ഡെവിലിന്റെ പ്ലാൻ ആയിരുന്നു എല്ലാം. അവർ തമ്മിൽ ഒരു കുഴപ്പമില്ല. This is my entertainment. പിന്നെ ക്ലൈമാക്സ് ആയപ്പോ വില്ലൻ കയറി വന്ന് ഇന്ത്യയിൽ കുറെ സ്ഥലത്ത് ബോംബ് വെച്ചിട്ടുണ്ട്, അത് തടുക്കണേലും നമ്മുടെ ഏജന്റ് ഡെവിലിനെ കൊല്ലണം എന്ന് പറയും. ഏജന്റ് ആണെങ്കിലും എങ്ങനെ ആശാനെ കൊല്ലുമെന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ ആശാന്റെ വക ഒരു 1.5 മോട്ടിവേഷൻ സ്പീച്ച് അങ്ങ് ഇറക്കും. ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യാറുണ്ട്. A few hours later. കാരണം എനിക്കിവിടെ നീ ഒന്നല്ല ഇമ്പോർട്ടന്റ്. എന്റെ കൺട്രി, എന്റെ ഡ്യൂട്ടി. ആ ഒടുക്കത്തെ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടിരിക്കാൻ പറ്റാണ്ട് തലവേദന എടുത്തിട്ട് ഏജന്റ് ഡെവിലിനെ അങ്ങ് കൊല്ലും. അമ്മേ, ബാക്കിയുള്ളവരുടെ മുന്നിൽ ഇച്ചിരി ഷോ ഇറക്കാന്ന് വെച്ച് നോക്കുമ്പോ നീ അപ്പോഴേക്ക് ഷൂട്ട് ചെയ്ത് കളഞ്ഞല്ലോടാ, എത്തിക്സ് തെണ്ടി. അങ്ങനെ വില്ലൻ ബോംബ് പൊട്ടിക്കാൻ സെറ്റ് ചെയ്ത ബേസ് പോയിട്ട് നമ്മുടെ ഏജന്റ് എല്ലാത്തിനെയും തൂക്കി ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്ത് നാടിനെ രക്ഷിക്കും. വൈൽഡ് സാലേ. മലയാളത്തിൽ അത്രയും നല്ല പടങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കും തെലുങ്കിൽ പോയി ഈ ബോംബ് പടയൊക്കെ ചെയ്തത്. Nothing is an accident here. Everything is incident. അപ്പൊ ശരി, ഞാനെന്നാ പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം.